സൺഡേ സാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഖത്തറിൽ നടന്ന അറബ് ഇസ്ലാമിക് എമർജൻസി സമ്മിറ്റ് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഒരു പ്രമേയം പാസാക്കി ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതിനെ അപലപിക്കുന്നു എന്ന് മാത്രമേ അതിലുള്ളൂ. കടുത്ത വാക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ഈ എമർജൻസി സമ്മിറ്റ് ശരിക്കും അറബ് രാജ്യങ്ങളുടെ മാത്രമല്ല, ഇസ്ലാമിക് രാജ്യങ്ങളുടെ മൊത്തമാണ്. അപ്പം അങ്ങനെ വരുമ്പം ഇതിനകത്ത് മൊത്തം ഏകദേശം 60ഓളം അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളിൽ ഇസ്രായേലിനെതിരെ വലിയ ആവേശം കാട്ടിയത് ഇറാനും പാകിസ്ഥാനും മാത്രമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആവേശമൊന്നും കാട്ടുകയുണ്ടായില്ല. എന്ന് മാത്രമല്ല, ഈ സമ്മിറ്റ് തുടങ്ങുന്ന ദിവസം മാർക്ക് റൂബിയോ അവിടെ വന്നിരുന്നു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഖത്തറിലെത്തിയിരുന്നു. വലിയ ആവേശമൊന്നും കാണിക്കേണ്ട എന്ന മുന്നറിയിപ്പ് നൽകാൻ തന്നെ ആയിരിക്കണം വന്നിട്ടുണ്ടാവുക എന്ന് വേണം വിചാരിക്കാൻ. അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവനകളും ട്രംപിൻ്റെ താല്പര്യങ്ങളും ഒക്കെ അവിടെ പറയപ്പെടുകയുണ്ടായി. അവിടെ US പ്രസിഡന്റിൻ്റെ താല്പര്യമായിട്ട് പറഞ്ഞത് ഖത്തർ ഹാസ് ബീൻ വെരി ഗ്രേറ്റ് അലൈ. ഖത്തർ എല്ലാ കാലത്തും US-ൻ്റെ വലിയ അലയാണ്. വാസ്തവത്തിൽ അലയല്ല, പാർട്ട്ണർ മാത്രമാണ്. പക്ഷേ അലൈ എന്ന് വിശേഷിപ്പിച്ച് ഒന്ന് സൂചിപ്പിച്ചു. ഇസ്രായേൽ ആൻഡ് എവരിബഡി എൽസ് വി ഹാവ് ടു ബി കെയർഫുൾ. ഇസ്രായേൽ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ഖത്തറിനെ ആക്രമിക്കാൻ എന്നാണ് പറഞ്ഞത്. ആക്രമിക്കരുത് എന്നല്ല പറഞ്ഞത്, ശ്രദ്ധയോടെ ആക്രമിക്കണം എന്നാണ് പറഞ്ഞത്. ശ്രദ്ധയോടെ ആക്രമിച്ചിട്ടുള്ളൂ. കാരണം ഖത്തറിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനൊന്നും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നില്ല എന്ന് ഇസ്രായേൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ഭീകരർ താമസിച്ചിരുന്ന, ഹമാസ് ഭീകരരുടെ തല ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ സ്റ്റൈൽ ഓഫ് ബോംബിംഗ് ആണെങ്കിൽ ആ എൻ്റയർ ബിൽഡിംഗ് ബോംബ് ചെയ്തങ്ങ് തകർത്താൽ മതി. അതിനകത്തുണ്ടായിരുന്ന സർവ്വ തുറപ്പന്മാരും ചത്തുപോയനെ. പക്ഷേ അത് വളരെ പ്രിസൈസായിട്ട് അതിനകത്തുള്ള 2 മീറ്റിംഗ് റൂമുകൾ മാത്രം നശിക്കത്തക്ക രീതിയിലുള്ള വളരെ പ്രിസൈസായിട്ടുള്ള ഒരു അറ്റാക്ക് മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഖത്തറിൻ്റെ പരമാധികാരത്തെ ഒന്നും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പം ഇവിടെ ട്രംപ് പറയുന്ന വി ഹാവ് ടു ബി വെരി കെയർഫുൾ എന്ന് പറയുന്ന കാര്യം അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഇനി റൂബിയോ പറഞ്ഞത് ട്രംപ് ഡിഡ്ന്റ് ലൈക്ക് ദ വേ ദ ഖത്തർ അറ്റാക്ക് വെന്റ് ഡൗൺ. അതായത് ഈ ഖത്തർ അറ്റാക്ക് നടന്ന രീതി ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അവിടെയും അറ്റാക്കിനെ ഡിനൗൺസ് ചെയ്യുന്നില്ല, അറ്റാക്കിനെ അപലപിക്കുന്നില്ല. ഈ അറ്റാക്ക് നടത്തിയ രീതി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്താണ് രീതിക്ക് കുഴപ്പം എന്ന് പറഞ്ഞില്ല. മിക്കവാറും അവർ ഉദ്ദേശിച്ചത് ഈ ഇസ്രായേൽ വാസ്തവത്തിൽ ലക്ഷ്യം വെച്ചത് ഖലീൽ അൽ ഹയ്യ ആൻഡ് സാബിർ ജുബാരിൻ എന്ന് പറയുന്ന 2 പേരെയാണ്. ഇവരെ കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇവരെ കിട്ടിയോ ഇല്ലെന്ന് ഉറപ്പിക്കാൻ കഴിയാത്തതായിരിക്കണം ഒരുപക്ഷെ ട്രംപ് ഡിഡിൻ ലൈക്ക് ദ വേ ഖത്തർ അറ്റാക്ക് വെൻ ഡൗൺ. ആ ബിൽഡിംഗ് മൊത്തം അങ്ങ് പൊളിച്ചായിരുന്നെങ്കിൽ ഇവന്മാരും കൂടി ചത്തുപോയനെ എന്നാണോ ഉദ്ദേശിച്ചതെന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അമേരിക്കയുടെ നിലപാടുകൾ കാണിക്കുന്നത്. ഇവന്മാരെന്തായാലും ബിൽഡിങ്ങിലുണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് പറ്റിയതായി എന്തായാലും ഉറപ്പുണ്ട്. ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഖലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ ഖലീൽ അൽ ഹയ്യ പങ്കെടുത്തു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. പക്ഷെ ഒറ്റ ഫോട്ടോ പോലും പുറത്തു വിട്ടിട്ടില്ല. അപ്പം ഒന്നുകിൽ ഈ ഹയ്യായും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം ഫോട്ടോ പുറത്തു വിടാത്തപ്പം, അല്ലെങ്കിൽ പുറത്ത് കാണാൻ പറ്റാത്ത വിധം പരിക്കുകളോടെ ആയിരിക്കണം അദ്ദേഹം നിൽക്കുന്നത് എന്നാണ് അനലിസ്റ്റുകൾ ഊഹിക്കുന്നത്. കാരണം ഇവർ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും മരിച്ചിട്ടില്ല എന്നതിന് ഒരു തെളിവ് പോലെ ഹാജരാക്കാൻ ഹമാസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇസ്രായേലിന് വെരിഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. കാരണം അത് ഇന്റലിജൻസ് വർക്ക് വഴി മാത്രം സാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും റൂബിയോ ഖത്തറിൽ പറഞ്ഞത് ട്രംപ് ഡിഡൻ ലൈക്ക് ദ വേ ദ ഖത്തർ അറ്റാക്ക് വെൻ ഡൗൺ എന്ന് മാത്രമാണ്. അതായത് ആക്രമിച്ച രീതി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ ആ ബിൽഡിംഗ് മൊത്തം തകർത്തില്ല എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും അടുത്ത ദിവസം റൂബിയോ ഇസ്രായേലിലെത്തുന്നു. അദ്ദേഹം അവിടെ പറഞ്ഞത് ഹമാസ് നീഡ് ടു സീസ് ടു എക്സിസ്റ്റ് as an armed element that can threaten the peace and security in the Middle East എന്നാണ്. അതായത് ഹമാസ് നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം, ഉന്മൂലനം ചെയ്യപ്പെടണം. ആ കാര്യത്തെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. പക്ഷെ അതിൻ്റെ അവസാന ഭാഗത്ത് വെച്ച് വാക്കിതാണ് എലമെന്റ് ദറ്റ് ഈസ് ഹമാസ് നീഡ്സ് ടു സീസ് ടു എക്സിസ്റ്റ് ആസ് an armed element that can threaten the peace and security in the Middle East എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇസ്രായേലിന് ത്രെട്ടായിട്ട് ഹമാസ് ബാക്കിയാവരുത് എന്നല്ല ഉദ്ദേശിച്ചത്, മിഡിൽ ഈസ്റ്റിന് ത്രെട്ടായിട്ട് ബാക്കിയാവരുത് എന്നാണ് ഉദ്ദേശിച്ചത്. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ അതിനകത്ത് വരും. അപ്പം ഖത്തറിലും ഇതൊരു ഭീഷണിയാവാൻ പാടില്ല. വിച്ച് മീൻസ് ദാറ്റ് ഖത്തറിലാണെങ്കിലും ഇവർ ആക്രമിക്കപ്പെടണം എന്ന് തന്നെയാണ്. വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ അത് പറഞ്ഞു വയ്ക്കുന്നത് ഖത്തറിലാണെങ്കിലും ഇവർ ആക്രമിക്കപ്പെടണം, അറബ് രാജ്യങ്ങളിലാണെങ്കിലും ഇവർ ആക്രമിക്കപ്പെടണം, മിഡിൽ ഈസ്റ്റ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിനെതിരായി ഇവരൊരു ഭീഷണിയായി വരരുത് എന്നല്ല,
മിഡിൽ ഈസ്റ്റിൽ ഇവർ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത്. അതിൻ്റെ അർത്ഥം ഏത് അറബ് രാജ്യത്തുണ്ടെങ്കിലും ഹമാസിനെ കയറി പിടിക്കും എന്ന് തന്നെയാണ്, ഹമാസിനെ കയറി അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അതിന് ശേഷം ഉണ്ടായിരുന്ന ജോയിന്റ് പ്രസ് മീറ്റിംഗിൽ നെതന്യാഹു പറഞ്ഞത് അതിൻ്റെ റൈറ്റ് ടു ഡിഫെൻഡ് ബിയോണ്ട് ഇറ്റ്സ് ബോർഡേഴ്സ്, അതായത് ഇസ്രായേലിൻ്റെ അതിർത്തികൾക്ക് പുറത്തു കടന്നും ഇസ്രായേലിൻ്റെ പരമാധികാരത്തെ സംരക്ഷിക്കുവാനുള്ള, ഇസ്രായേലിനെ ആക്രമിക്കുന്നവരെ പിടിക്കാനുള്ള എല്ലാ അധികാരവും ഇസ്രായേലിനുണ്ട്. ഇങ്ങോട്ട് ആക്രമിക്കുന്നവനെ അതിർത്തികൾ കടന്ന് അപ്പുറത്ത് ചെന്നും പിടിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. 2, ഹമാസ് ഹാവ് നോ ഇമ്മ്യൂണിറ്റി വേറെവർ ദേ ആർ. ലോകത്തിൽ എവിടെ പോയി ഒളിച്ചാലും ഹമാസിനെ ഞങ്ങൾ പിടിക്കും. അത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നത് കൊണ്ട്, അത് ഇന്ന രാജ്യമാണ് എന്നതുകൊണ്ട്, അല്ല പാകിസ്ഥാനിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇറാനിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട്, ഖത്തറിലാണ്, സൗദി അറേബ്യയിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഹമാസിന് യാതൊരു സുരക്ഷിതത്വവും ഓഫർ ചെയ്യപ്പെടുന്നില്ല. അവിടെ വന്ന് ഞങ്ങൾ പിടിക്കും എന്ന് തന്നെയാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ആക്രമിച്ചത് തന്നെ. അറബ് രാജ്യങ്ങൾ ഒരു മീറ്റിംഗ് ഒക്കെ കൂടി നല്ല മന്തിയൊക്കെ കഴിച്ച് പിരിഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അതിനിടയിലൂടെ റൂബിയോയും നെതന്യാഹുവും കൂടെ പ്രഖ്യാപിച്ചത് ദ റിലേഷൻ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് US ഈസ് ആസ് സ്ട്രോങ് ആസ് എ സ്റ്റോൺസ് ഓഫ് ദ വെസ്റ്റേൺ വാൾ. വെസ്റ്റേൺ വാൾ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. മറ്റേ ജെറുസലേം ദേവാലയത്തിന്റെ ഇനി പൊളിക്കപ്പെടാതെ നിലനിൽക്കുന്ന ഏകദേശം 2500 വർഷമായി നിലനിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തെ ഭിത്തിയുടെ പേരാണ് വെസ്റ്റേൺ വാൾ. ആ വെസ്റ്റേൺ വാളിലെ കല്ലുകൾ പോലെ സ്ട്രോങ് ആണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധമെന്ന് 2 നേതാക്കളും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പം ഈ വിസിറ്റിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. UN ജനറൽ അസംബ്ലി ഉടനെ വരികയാണ്. അപ്പം UN ജനറൽ അസംബ്ലിയിൽ യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ബെൽജിയം ഇത്രയും രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കും എന്നൊരു ഭീഷണി മുഴക്കിയിരുന്നു. ഇത് അടുത്ത UN ജനറൽ അസംബ്ലി സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ ഇവർ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ മാർക്കോ റൂബിയോയുടെ ഈ വിസിറ്റിനുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് വിസിറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് മാർക്കോ റൂബിയോ വിസിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇസ്രായേലിൽ വെച്ച് പറഞ്ഞത് UK, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ബെൽജിയം എന്നീ രാജ്യങ്ങളുടെ ഈ നീക്കം ഇത് ഹമാസിനെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. പാലസ്തീൻ കോസ് അല്ലെങ്കിൽ പാലസ്തീനികളുടെ കോസ് ഒരു തരത്തിലും ഇവരുടെ ഈ അംഗീകാരം കൊണ്ട് നിവർത്തിക്കപ്പെടാൻ പോകുന്നില്ല എന്നാണ് മാർക്കോ റൂബിയോ അവിടെ വെച്ച് പറയുന്നത്. ദാറ്റ് ഈസ് ദ അമേരിക്കൻ സ്റ്റാൻഡ്. അപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡ് എന്താണെന്ന് ഇസ്രായേലിൽ പോയി വെളിപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഈ വിസിറ്റിനുണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഈ രാജ്യങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ വിസിറ്റിനുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അപ്പം അതിനിടയിലൂടെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ അനക്സ് ചെയ്യണമെന്നൊരു അഭിപ്രായം, വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർത്ത്, വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് ഉണ്ടാവില്ല, അതിനെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഇസ്രായേലിൽ കൂടുതലായി വരികയാണ്. അപ്പോൾ അനക്സേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു, പാലസ്തീൻ ഉണ്ടാവുകയില്ല എന്ന എൻ്റെ പ്രോമിസ് പൂർത്തിയാവാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. പാലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവുകയില്ല, അത് അദ്ദേഹത്തിന്റെ പ്രോമിസാണ്. ആ പ്രോമിസ് ഉടനെ പൂർത്തിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവരെ വെസ്റ്റ് ബാങ്കും ഗാസയും അനക്സ് ചെയ്യും എന്ന് തന്നെയാണ്. ഈ ഗാസ എന്ന പേര് പിന്നീട് ഉണ്ടാവുകയില്ല, വെസ്റ്റ് ബാങ്ക് എന്ന പേരും ഉണ്ടാവുകയില്ല, മൊത്തം അത് ഇസ്രായേൽ എന്നേ അറിയപ്പെടുകയുള്ളൂ. അപ്പം അതാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. ഇനി ഗാസയിലാണെങ്കിൽ അറ്റാക്ക് വളരെ ശക്തമായി തുടരുന്ന പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ഏകദേശം 10 ലക്ഷം ആളുകളാണുള്ളത്. അതിൽ 2 ലക്ഷം ആളുകൾ ഒഴിഞ്ഞുപോയി എന്നാണ് അൽ ജസീറ പറയുന്നത്. IDF പറയുന്നത് 3.5 ലക്ഷം ആളുകൾ ഒഴിഞ്ഞുപോയി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും നമ്പർ ഉണ്ടാവാമെന്ന് വിചാരിക്കാം. ഏകദേശം ഒരു 3.25 ലക്ഷം ആളുകൾ ഗാസയിൽ നിന്ന് ഓൾറെഡി ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ശക്തമായ ബോംബിംഗ് ആണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത്. വലിയ ടവർ ലൈക്ക് ബിൽഡിങ്സ് ആണ് ഇപ്പോൾ അവർ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഈ ഹമാസ് അവരുടെ നിരീക്ഷണ ഉപകരണങ്ങൾ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ടവർ ലൈക്ക് ബിൽഡിങ്സിന്റെ മുകളിലും, അതുപോലെ അവരുടെ മിസൈൽ അയക്കാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും അവർ ഒരുക്കിയിട്ടുള്ളത് ഈ ബിൽഡിങ്സിന്റെ ഏകദേശം ഒരു പകുതി ഹൈറ്റിലുമാണ്. 15-16 നിലകളുള്ള വലിയ ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ഇവർ സർവീലിയൻസ് നടത്തുന്നത്. മറ്റേ ഈ ഗാസയിലെ ഇസ്രായേലിന്റെ നീക്കങ്ങൾ സർവീലിയൻസ് നടത്തുന്നത് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ്. കൂടാതെ ഇവർ മിസൈലുകൾ അയക്കുന്നത് കുറച്ചുകൂടെ താഴെയുള്ള ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ജനൽ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൂടെയാണ് ഇവർ മിസൈൽ അയക്കുന്നത്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഉടനെ ഇസ്രായേൽ പോയിട്ട് അവിടെ പാംപ്ലെറ്റ്സ് വിതരണം ചെയ്യും. ഈ ബിൽഡിംഗ് ബോംബ് ചെയ്യാൻ പോവാണ്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആ ബിൽഡിംഗ് തകർന്നിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്കറിയാം, അവരുടനെ ഇറങ്ങി ഓടും. സ്വാഭാവികമായും കുറേശ്ശെ കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ഒരുപക്ഷെ തങ്ങളുടെ വീടും കൂടിയും നഷ്ടപ്പെടുമ്പോൾ ആളുകൾ ആത്മഹത്യാപരമായി പെരുമാറിയേക്കാം. സ്വാഭാവികമായിട്ടും ഇസ്രായേലിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം ബന്ധുക്കളെ ഒളിപ്പിച്ചുള്ള സ്ഥലം എന്ന നിലയ്ക്ക് ഗാസ സിറ്റി ആക്രമിക്കപ്പെടുമ്പോൾ തങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വലിയ വേദന ഇസ്രായേലിലെ ബന്ധുക്കളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രകടനങ്ങളും ഒക്കെ ഇസ്രായേലിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷേ എന്തായാലും ശരി, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗാസ പൂർണ്ണമായും കീഴടക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ഗാസയിൽ നിന്ന്
ഹമാസ് ഇസ്രായേലിന്റെ അതിർത്തികൾ ഭേദിച്ചുള്ളിൽ കിടന്ന സമയത്ത് ബോധമുള്ള സർവ്വ ആളുകളും പറഞ്ഞതാണ് ഇനി ഗാസ ഇല്ല എന്നത്. അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വാസ്തവം.